ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 11ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 11ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട് വരുന്നത് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റാനന്തര രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അത് പറയുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയന് കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളെയും പോരാട്ടങ്ങളെയും കുറിച്ചൊന്ന് പറയാം. പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ താഴെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളിലും ഒരുപാട് സംഘടനകൾ നടക്കുകയുണ്ടായി. പല രാജ്യങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നു. തീവ്രവാദികളുടെയും അട്ടിമറിക്കാരുടെയും ശല്യം രൂക്ഷമായി വന്നു. ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഇവിടങ്ങളിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാൻ തുടങ്ങി. റഷ്യയിൽ ചെച്നിയ, ഡാഗിസ്ഥാൻ എന്നീ രണ്ട് ചെറിയ റിപ്പബ്ലിക്കുകൾ ഹിംസാത്മകമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേദിയായി. ഈ ഒരു പ്രസ്ഥാനത്തെ റഷ്യ നേരിട്ടത് സൈന്യത്തെ വിട്ടായിരുന്നു. പട്ടാളം കണക്കറ്റ് ബോംബ് വർഷിച്ചു. ഇത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കാരണമായി. സൈനിക നടപടികൾ കൊണ്ടൊന്നും തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായി റഷ്യക്ക് കഴിഞ്ഞില്ല. മധ്യേഷ്യയിലെ തജിക്കിസ്ഥാനില് ആഭ്യന്തര യുദ്ധമുണ്ടായി. 10 കൊല്ലത്തിനു ശേഷം 2001 ആ യുദ്ധം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മധ്യേഷ്യയിൽ ആകെ വിഭാഗീയ പോരാട്ടങ്ങളും വടംവലികളും നിലനിന്നു. അസർബൈജാനിലെ നഗർനോ കാരാബാഖ് സംസ്ഥാനങ്ങളിൽ കുറെ അർമേനിയക്കാരുണ്ടായിരുന്നു. തങ്ങളെ അസർബൈജാനിൽ നിന്ന് വേർപെടുത്തി അർമേനിയയിൽ ചേർക്കാൻ അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ജോർജിയയിൽ 2 സംസ്ഥാനങ്ങളാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ആഭ്യന്തര യുദ്ധത്തിലായിരുന്നു അത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഉക്രൈൻ, കിർഗിസ്ഥാൻ, ജോർജിയ എന്നീ റിപ്പബ്ലിക്കുകളെല്ലാം നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി. നദീജലം പങ്കിടുന്നത് സംബന്ധിച്ച് റിപ്പബ്ലിക്കുകൾ തമ്മിൽ മാത്രമായിരുന്നില്ല, സംസ്ഥാനങ്ങൾ തമ്മിലും വടംവലികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം രാജ്യത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഇതിന്റെ കെടുതികളെല്ലാം അനുഭവിച്ചിരുന്നത് സാധാരണക്കാരായ പൗരന്മാരായിരുന്നു. മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ധാരാളം എണ്ണ നിക്ഷേപവും പ്രകൃതി നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ഈ വിഭവങ്ങൾ സ്വന്തമാക്കാനായി രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ചിരുന്നു. ഈ വിഭവങ്ങളായിരുന്നു രാജ്യങ്ങളെ സമ്പന്നമാക്കിയിരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടും രാജ്യങ്ങൾക്കിടയിൽ മത്സരങ്ങളും ഉണ്ടായിരുന്നു. റഷ്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവയോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായിരുന്നു ഈ മധ്യേഷ്യൻ രാജ്യങ്ങൾ. പശ്ചിമേഷ്യയുടെ തൊട്ടടുത്തായിരുന്നു ഈ രാജ്യങ്ങൾ നിലനിന്നിരുന്നത്. 2001 സെപ്റ്റംബർ 11 താലിബാൻ ആക്രമണത്തിന് ശേഷം അമേരിക്ക മധ്യേഷ്യയില് സൈനിക താവളം ഉണ്ടാക്കാനായി തീരുമാനിച്ചു. എല്ലാ മധ്യേഷ്യൻ ഗവൺമെന്റുകൾക്കും പണം നൽകി താവളങ്ങൾ അവർ വാടകയ്ക്കെടുത്തു. ഈ രാജ്യങ്ങളിൽ കൂടി സൈനിക വിമാനങ്ങൾ പറത്താൻ അനുമതി തേടുകയും ചെയ്തു. എന്നാൽ റഷ്യ ഈ രാജ്യങ്ങളെ സമീപ പരദേശങ്ങളായിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവ തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിൽക്കണമെന്നും റഷ്യ ആഗ്രഹിച്ചിരുന്നു. മധ്യേഷ്യൻ മേഖലയോട് ചൈനയ്ക്കും താല്പര്യമുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവിടെ ഉണ്ടായിരുന്ന എണ്ണ നിക്ഷേപം തന്നെയായിരുന്നു. ഈ രാജ്യങ്ങൾക്ക് ചുറ്റും ചൈനക്കാർ കുടിയേറി പാർത്ത് വ്യാപാരം നടത്തി വന്നു, രാജ്യങ്ങളെ കൈയടക്കുന്നതിന് വേണ്ടിയിട്ട്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്ന ചെക്കോസ്ലോവാക്യ,
പരസ്പര ധാരണയായി രണ്ടായി പിളർന്നു. ചെക്കുകളെന്നും സ്ലോവാക്കുകളെന്നും അങ്ങനെ രണ്ടായി പിളർന്നു. ഈ രണ്ടും സ്വതന്ത്ര ജനസമൂഹങ്ങളായി മാറി. യുഗോസ്ലോവാക്യ എന്ന പേരിലുണ്ടായിരുന്ന ബാൾക്കൻ റിപ്പബ്ലിക്കുകളാണ് പിന്നീട് പൊരിഞ്ഞ യുദ്ധത്തിന് സാക്ഷിയാകേണ്ടതായി വന്നത്. 1991 ശേഷം യുഗോസ്ലോവാക്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ക്രൊയേഷ്യ, സ്ലൊവേനിയ, ബോസ്നിയ ഹെർസെഗോവിന എന്നിവയാണ് അവ. സെർബ് വംശക്കാർ ഇതിനെ എതിർത്തിരുന്നു. സെർബുകളല്ലാത്ത ഒട്ടേറെ ബോസ്നിയക്കാർ കൂട്ടക്കൊലയ്ക്ക് ഇരയായി. നാറ്റോ ഇതിൽ പെടുന്നുണ്ട്. യുഗോസ്ലാവിയയിൽ വിമാനാക്രമണങ്ങളും നടക്കുകയുണ്ടായി. വിവിധ വംശക്കാർ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ഏറെക്കാലം ഇവിടെ നീണ്ടു നിന്നിരുന്നു. ഇനി നമുക്ക് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാം. ശീതസമരം നടന്നിരുന്ന സമയത്ത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണെന്ന് വരെ പലരും വിമർശിച്ചിരുന്നു. പുതിയ ദേശീയ സാഹചര്യങ്ങൾ അമേരിക്കൻ ആശ്രിതമായ ഒരു വിധേയത്തിലേക്കും വ്യാപാര ബന്ധത്തിലേക്കും ഇന്ത്യയെ നയിച്ചു. ഇനി ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ച് പറയാം. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായും സാങ്കേതികമായും ഒരുപാട് സഹായങ്ങൾ നൽകിയിരുന്നു. ഭിലായ്, ബൊക്കോറോ, വിശാഖപട്ടണം, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്നീ ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. എല്ലാ ഇടപാടുകളിലും ഇന്ത്യൻ കറൻസിയിൽ പ്രതിഫലം സ്വീകരിക്കാൻ റഷ്യ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പക്കൽ വിദേശ നാണയ ശേഖരണം കുറവായിരുന്ന സമയത്ത്. പിന്നെ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മീർ പ്രശ്നത്തിൽ സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായും ഇന്ത്യയുടെ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ റഷ്യ ഇന്ത്യക്കൊപ്പം നിന്നു. പിന്നെ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സൈനിക ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾക്ക് വേണ്ടി വന്നിരുന്ന ലോഹക്കൂട്ടുകളെല്ലാം തന്നെ റഷ്യയിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ രാജ്യങ്ങളും തമ്മിൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാറുകളും ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യയിൽ എവിടെ ചെന്നാലും ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനായി സാധിക്കും. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യൻ സിനിമകളോടും ഹിന്ദി പാട്ടുകളോടുമുള്ള റഷ്യക്കാരുടെ താല്പര്യം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. താഷ്കന്റിലെ 70% ജനങ്ങളും ഹിന്ദി സിനിമകളുടെ കോപ്പികൾ വാങ്ങുന്നവരാണ്. ഇതാണ് ഇന്ത്യയും USSRും തമ്മിലുള്ള ബന്ധം. ഇനി നമുക്ക് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റാനന്തര രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. ഇന്ത്യയും കമ്മ്യൂണിസ്റ്റാനന്തര രാജ്യങ്ങളും തമ്മിൽ ഒരു നല്ല ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായതായിരുന്നു. ഇന്ത്യയും റഷ്യയും ഒരുപാട് കാര്യങ്ങളിൽ ഒരേ അഭിപ്രായം ഉള്ളവരായിരുന്നു. ഇന്ത്യയും റഷ്യയും ഈ ദ്വിധ്രുവ രാജ്യത്തെ ലോകത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. രണ്ട് രാജ്യങ്ങളും ഇതിനെ അനുകൂലിക്കുന്നവരായിരുന്നു. ദ്വിധ്രുവ ലോകത്തെ അനുകൂലിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇന്ത്യയും കമ്മ്യൂണിസം ഉപേക്ഷിച്ച മറ്റ് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രബലമായ ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിലായിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്ത്യ സോവിയറ്റ് ബന്ധത്തിന്റെ തുടർച്ചയായാണ് വരുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ കാതലായ ഒരു അംശം കൂടിയായിരുന്നു അത്. വിശ്വാസത്തിന്റെയും പൊതു താല്പര്യത്തിന്റേതുമായ ഒരു ചരിത്രമാണ് ഈ ബന്ധത്തിന് പറയാനുണ്ടായിരുന്നത്. രാജ് കപൂർ മുതൽ അമിതാഭ് ബച്ചൻ വരെയുള്ള ഇന്ത്യൻ നായകന്മാരുടെ പേരുകൾ റഷ്യക്കാർക്കെല്ലാം തന്നെ സുപരിചിതമായിരുന്നു. കമ്മ്യൂണിസം ഉപേക്ഷിച്ച മറ്റു രാജ്യങ്ങളിലും ഇതേ സ്ഥിതി തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ മേഖലയിൽ എവിടെ ചെന്നാലും ഹിന്ദി സിനിമാ പാട്ടുകൾ കേൾക്കാനായി സാധിക്കുമായിരുന്നു. ഈ മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇന്ത്യക്കൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ബഹുദ്രവ ലോകക്രമത്തെയായിരുന്നു ഇന്ത്യയും റഷ്യയും വിഭാവനം ചെയ്തിരുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് വിവിധ ശക്തികൾ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് രണ്ട് രാജ്യങ്ങളും ആഗ്രഹിച്ചിരുന്നു. കൂട്ടായ സുരക്ഷിത സംവിധാനം ഉണ്ടാകണമെന്നും ഇവര് ആഗ്രഹിച്ചിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നേരെ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളുടെയും നേരെയുള്ള ആക്രമണമായി കരുതപ്പെടണമെന്നും ഒരു കൂട്ടായ പ്രതികരണം ഉണ്ടാകണമെന്നും ഇവര് പറഞ്ഞിരുന്നു. വിവിധ മേഖലകളിലെ രാജ്യങ്ങൾ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായുണ്ട്. അന്താരാഷ്ട്ര തർക്കങ്ങൾ കൂടിയാലോചനയിലൂടെ പരിഹരിക്കുകയും വേണം. എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായ വിദേശ നയം അനുവർത്തിക്കുകയും വേണം.
ഐക്യരാഷ്ട്ര സമിതി പോലുള്ള സംഘടനകളിലൂടെ തീരുമാനമെടുക്കുന്നത് കൂടുതൽ ജനാധിപത്യപരമായി മാറ്റണം. 2001 ഇന്ത്യ റഷ്യ കരാറിന്റെ ഭാഗമായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ 80-ൽ പരം കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യക്ക് ഒട്ടേറെ നേട്ടങ്ങൾ തന്നിട്ടുണ്ട്. കാശ്മീർ പ്രശ്നം, ഊർജ്ജ ലഭ്യത, അന്താരാഷ്ട്ര ഭീകര പ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറൽ, മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കൽ, ചൈനയുമായുള്ള ബന്ധത്തിന് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കൽ എന്നിവയൊക്കെ ഇതിൽ പെടുന്നുണ്ട്, ഈ നേട്ടങ്ങളിൽ പെടുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ബന്ധം റഷ്യക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യയുടെ ആയുധ വിപണിയിലെ 2ാം സ്ഥാനം ഇന്ത്യക്കാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ ഉപകരണങ്ങളിൽ മിക്കതും റഷ്യയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് റഷ്യയുമായുള്ള ബന്ധം വളരെ വിലപ്പെട്ടതായിരുന്നു. എണ്ണയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ എല്ലാം തന്നെ റഷ്യ ഇന്ത്യയുടെ സഹായത്തിന് എത്താറുണ്ട്. റഷ്യയിൽ നിന്നും കസക്കിസ്ഥാൻ, ടർക്ക്മേനിയൻസ്ഥാൻ എന്നീ റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി വർദ്ധിപ്പിക്കാനായിരുന്നു ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്നതിന് മൂലധനം നിക്ഷേപിക്കുക, എണ്ണ ഖനനത്തിൽ പങ്കാളിയാകുക എന്നിവ ഈ സഹകരണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ ആണവോർജ്ജ വികസനത്തിനും റഷ്യ സഹായം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് ക്രയോജനിക് എനർജി നൽകി ഇന്ത്യയെ റഷ്യ സഹായിക്കുകയുണ്ടായി. നാനാവിധ ശാസ്ത്രീയ ഗവേഷണ പരിപാടിയിലും രണ്ട് രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.